സി.ജെ. റോയിയുടെ മരണത്തിൽ ആദായനികുതി വകുപ്പിനെതിരായ ആരോപണങ്ങൾ തള്ളി കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഉദ്യോഗസ്ഥരിൽ നിന്ന് റോയ്ക്കുമേൽ ഭീഷണിയോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ലെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് എം.ഡി. ടി.എ. ജോസഫ് പറഞ്ഞു. റോയിയുടെ മരണം കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റെയ്ഡിനിടെ മാന്യമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പെരുമാറിയത്. IT വിഭാഗത്തിന്റെ സ്വാഭാവിക പരിശോധനയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നടന്നത്. പരിശോധനകളുമായി ഗ്രൂപ്പ് സഹകരിച്ചിരുന്നെന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് MD ടി.എ. ജോസഫ് വ്യക്തമാക്കി. ഇതൊരു നോർമൽ പ്രക്രിയയാണെന്ന് ഞാൻ പറയുള്ളൂ, അല്ലാതെ ഇതൊരു വലിയൊരു ഒഫൻസ് കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വന്ന് ചെയ്തതല്ല. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അതിൽ നമ്മൾ അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഇൻസ്പെക്ടേഴ്സ് അവരെല്ലാം വളരെ റീസണബിളായിട്ടാണ് നമ്മളോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും. അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സി.ജെ. റോയിയുടെ വേർപാട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. ഗ്രൂപ്പിൽ നിക്ഷേപകരില്ല, കടവുമില്ല. പൂർത്തിയാക്കാനുള്ള എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കും. കോൺഫിഡൻസ് ഗ്രൂപ്പിനെതിരെ ഫെമ കേസുകളില്ല. ED റെയ്ഡുകൾ നടന്നുവെന്നതും തെറ്റായ പ്രചാരണമാണ്. മരണത്തിന് ശേഷം സി.ജെ. റോയിയെ ചില യൂട്യൂബ് ചാനലുകൾ വേട്ടയാടുകയാണ്. കള്ളക്കടത്തും കള്ളപ്പണ ഇടപാടുകളും ബിനാമി ഇടപാടുകളും നടത്തിയെന്ന വ്യാജ പ്രചാരണങ്ങളുണ്ടായി. SIT അന്വേഷണത്തിലിരിക്കുന്ന കേസിൽ കൂടുതലൊന്നും പറയാനാകില്ലെന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചു. ഡയറക്ടർ പ്രൊജക്ട് ജോയ് ജെ തുളത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജറ ഉല്ലാസ് എന്നിവരും പങ്കെടുത്തു. ജനം, കൊച്ചി.